തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. നമ്മുടെ ബാബുരാജ് മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടില് ഇനി വരാൻ പോകുന്നത് നമ്മുടെ റിമിമോളുടെ അണ്ണനാണ്. ഗായത്രി ചേച്ചിയെ കാണാൻ വേണ്ടി വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തർ വരുമ്പോഴും അണ്ണൻ മാറാറുണ്ട്. എന്തൊക്കെ എവിടം വരെ ചാടിയാലും അണ്ണൻ തിരിച്ചെന്നെ വേറെ വേറെ ആൾക്കാരെ കാണുമ്പോ ഒത്തിരി പേര് കാണുന്നുണ്ടല്ലേ. പക്ഷെ എന്റെ അണ്ണനെ എനിക്കറിയാം. അണ്ണൻ എവിടെ കറങ്ങി പോയാലും തിരിച്ചിവിടെ വരും. യെസ്, ഉറപ്പാണല്ലോ. യെസ്, ഐ എം വെരി മച്ച് കോൺഫിഡന്റ്. So let's welcome Annan on stage. അണ്ണ ഒന്ന് വലിഞ്ഞ് കേറിഞ്ഞോട്ട്. അണ്ണന്റെ പാട്ടാണ്, അണ്ണന്റെ ഒരു പാട്ട്. ആളെ മയക്കണ അണ്ണൻ, ആളെ കുരുക്കണ അണ്ണൻ, അണ്ണന്റെ ജോലി ഇതാണോ, പെണ്ണുങ്ങളെ വളയ്ക്കണ അണ്ണൻ. അയ്യോ, ഇത് കേട്ടോ അണ്ണ? ഞാൻ റിമിമോൾ ഇത്ര സ്നേഹമായിരുന്നിട്ട് ഞാനല്ല എഴുതിയത്. പെണ്ണുങ്ങളെ നിന്റെ അണ്ണനാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത്. ഞാനോ? നിനക്ക് ഇത് തന്നെ വേണോടാ, നിനക്ക് ഇത് തന്നെ. ഇതേത് പാട്ടാന്ന് മനസ്സിലായോ? പാടിയ പാട്ട് അതേതായിരുന്നു? അത് ശരിക്കും എങ്ങനെയാണ്? അറിയാം. അണ്ണാ, നീ ഗായത്രി ചേച്ചിയെ കാണാൻ വന്നാന്ന് കേട്ടല്ലോ, ശരിയാണോ? ആരാന്നെ മനസ്സിലായില്ലേ? അയ്യേ, ഞാൻ അണ്ണന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് എന്നെ ഇങ്ങനെ ദുഃഖിപ്പിച്ചല്ലോ. അങ്ങനെ പറയല അണ്ണാ, നമ്മൾ വേറൊരാൾക്ക് സങ്കടം ഉണ്ടാക്കരുത്. നീ എന്റെ അണ്ണനാണെങ്കിൽ ഇപ്പൊ തന്നെ മാപ്പ് പറ. മാപ്പ് പറ. സോറി ഒന്നും പറയണ്ട കേട്ടോ, പാടാൻ തന്നെ വന്നതാ. I love you ഗായു എന്ന് പറ. I love you guys. I love you too. മോളെ കോൺഫിഡന്റ് ആണല്ലോ അല്ലേ? എനിക്ക് അത്ര കോൺഫിഡൻസ് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വിശ്വസിക്കരുത്. പറ്റിയരുത്. പക്ഷെ അവൻ ഏത് പാട്ടാ പാടണേ? ഒരു പുഷ്പം മാത്രമേ. എന്തോ ഒരു ടെക്നിക്കൽ എറർ. അതെന്തോ അവൻ ഒരു തകർക്കാൻ പോണേന്റെ മുന്നേ ഉള്ള ഒരു അവൻ പരുങ്ങുന്നതാണോ? പുലി പതുങ്ങുന്നത് ഇതല്ലേ? ഒളിക്കാനല്ല, കുതിക്കാനാണ്. അതാണ് സിനിമ പരീക്ഷ. അയ്യോ, മീനോട്ട് ഞെട്ടി. ഒരു വേറ. മ്യൂസിക് MS ബാബുരാജ് സാറ്, പിന്നെ പാടിയത് യേശുദാസ് സാറ്. വർഷം 1967. പിന്നെ ഭാസ്കരൻ മാഷ് എഴുതിയത് അല്ലേ? അപ്പൊ എന്തായാലും ഒരു സൂപ്പർ ഡൂപ്പർ സോങ് ആണ് ഒരു പുഷ്പം. അതിനകത്ത് അവസാനം ആ തബലക്കാരി ഒരു പെരട്ടുണ്ട് ലാസ്റ്റില്, ആ പാട്ട് നിൽക്കുന്നതിന് മുമ്പ്. അതൊക്കെ കേൾക്കാൻ ഞാൻ ഇങ്ങനെ വെമ്പലുള്ളതാണ് അണ്ണൻ പാടുന്നത്. അണ്ണ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അണ്ണൻ ചേട്ടാ, ഓ അണ്ണനെ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടുപോട്ടെ? വരുന്നോ? ഇല്ല. പക്ഷെ പാട്ട് സൂപ്പറായിട്ട് പാടി കേട്ടോ. അതിമനോഹരമായിട്ട്. ഇടയ്ക്കൊന്ന് ഒരു വരി ഒന്ന് കയറ്റി എടുത്തിട്ട് പിന്നെ കറക്റ്റായിട്ട്. കുഴപ്പമില്ലടേ, അതൊന്നും വലിയ പ്രശ്നമല്ല. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കണ്ടു, അതിനകത്ത് ആ സംഗതി കുറച്ചൊരു ക്ലാരിറ്റി ഒന്ന് നഷ്ടപ്പെട്ടു. അതെങ്ങനെയായിരുന്നു അത്? രണ്ടാമത്തെ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, അത്രേ ഉള്ളൂ. അതൊന്ന് കൈവിട്ടു പോയി. പിന്നെ അതിഗൂഢമാണ്, അതിഗൂഢമല്ല. ഗൂഢം എന്ന് പറഞ്ഞാൽ വേറെ. എങ്ങനെയാ പറയുന്നത്? അതിഗൂഢം. അതിയോ? അതിഗൂഢം. പിന്നെ എടാ, അതിഗൂഢം. അതിഗൂഢം. നീ വീണ്ടും പറയുന്നത് അതിഗൂഢം. 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 ആ ശരി, പഠിച്ചോണ്ടാ മതി കേട്ടോ. ഇനി കുറച്ചുകൂടെ ഫീല് കൊടുക്കാൻ നിനക്ക്. നിന്റെ മനസ്സിലൊരു പ്രേമം, ഒരു സ്നേഹം, ഒരു ലവ് വന്നാലേ ഇതിനകത്തൊരു ഫീല് വരുമ്പോ ഒന്നുകൂടെ നന്നായി. റിമിമോളെ ആലോചിച്ച് പാടണം. അതെ അതെ അതെ, എന്തായാലും നന്നായിരുന്നു. പിന്നെ അനൂപേ, അടിപൊളി കേട്ടോ. അനൂപ് ഹാർമോണിയം വായിച്ച് പഠിച്ച് തുടങ്ങി. അതായത് പ്രോഗ്രാമർ അല്ല. അനൂപിന്റെ ഗുരു തങ്കനാണ് അല്ലേ? തങ്കൻ എപ്പോഴും ഹാൻഡിൽ പ്ലേ ചെയ്യുന്ന ഒരു വലിയൊരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചതാണ് ഇപ്പൊ വായിക്കുന്നതിന്റെ ഈ ഗുണം. പിന്നെ പ്രാക്ടീസ് ഓഫ് കോഴ്സ്. കാരണം ഇവിടെ കീബോർഡ് വായിക്കുന്നതിൽ ഒരുപാട് പേർക്ക് അവരെല്ലാം സീക്വൻസ് ചെയ്ത് വെച്ചിട്ട് ഒരു കുത്തിയിട്ട് വരുന്നുള്ളൂ. പക്ഷെ അനുപണ്ണാച്ചി കൈകൊണ്ട് അത്ഭുതങ്ങൾ വായിക്കും. അതുപോലെ മണികണ്ഠൻ വയലിൻ എക്സലന്റ്. മൊത്തത്തിൽ എല്ലാവരും നന്നായിരുന്നു. എടുത്തു പറയേണ്ട രണ്ടുപേര്, അത്രേ ഉള്ളൂ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബാബുക്കയുടെ ഏറ്റവും ഹിറ്റ് പാട്ടുകളിൽ പെടുന്ന ഒരു പാട്ടാണെന്ന് തോന്നി ഒരു പുഷ്പം മാത്രം, അല്ലെ? ഇതിന്റെ വരികളാണോ ഇതിന്റെ സംഗീതമാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം കൂടെ പാടിയതും എന്തോ മലയാളിയുടെ മനസ്സിൽ ഈ പാട്ടിന് വലിയൊരു സ്ഥാനമുണ്ട്. അതിന്റെ ഓരോ ലൈൻ പോലും വളരെ എന്തോ രസമായിട്ടാണ് ദാസാർ പാടിയേക്കുന്നത്. മോൻ, നീ അത് നിന്റെ പ്രായത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറം ലെവലിലാണ് നീ അത് പാടിയേക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ കയ്യടി. താങ്ക് യു. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസലായി പാടി. മൊത്തം എന്താ പറയാ, നല്ലൊരു അക്കൗസ്റ്റിക് ഗസൽ പ്രോഗ്രാം കേൾക്കുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു ഓവറോൾ. പിന്നെ എന്താ വെച്ചാൽ അതിലെ ഹാർമോണിയം പീസും എല്ലാം കൂടി വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അയ്യോ കഴിഞ്ഞു പോയി എന്ന് തോന്നി. കുറച്ചുകൂടി നേരം പാടായിരുന്നില്ലേന്ന് തോന്നി. അതാണ് സൈൻ ഓഫ് എ ട്രൂ ആർട്ടിസ്റ്റ്. അതായത് പാടിക്കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ചുകൂടി നമുക്ക് കേൾക്കാൻ തോന്നാം. അത്ര നന്നായി, മനസ്സിലായി പാടി. എന്തൊരു എഫേർട്ട്ലെസ് ആയിട്ടാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള സംഗതികളൊക്കെ ഇങ്ങനെ ട്രെന്ന് പറഞ്ഞിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു പൂ വിരിയണ മാതിരി ഉണ്ടായിരുന്നു പല സംഗതികളും. റിയലി ഗുഡ്, ഫാബുലസ്. അണ്ണു, അണ്ണൻ ചേട്ടൻ ഇന്ന് തരാൻ പോണ മാർക്ക് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു ഹാർമോണിയം ബുക്കിറ്റി. അപ്പൊ അണ്ണ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം മിണ്ടണം കേട്ടോ. ഓക്കെ, ടാറ്റാ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.